കമ്മ്യൂണിക്കേഷൻ, ട്രാവൽ, ഇൻഫർമേഷൻ അല്ലേ? നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ അടിസ്ഥാനപരമായ ഈ 3 കാര്യങ്ങളെയും അടിമുടി മാറ്റിമറിച്ച 3 കണ്ടുപിടുത്തങ്ങളുണ്ട്. അപ്പോൾ അവ ഏതൊക്കെയാണെന്നും അവ എങ്ങനെയാണ് നമ്മൾ ഇന്ന് കാണുന്ന ഈ ലോകത്തെ ഉണ്ടാക്കിയെടുത്തതെന്നും നമുക്കൊന്ന് നോക്കിയാലോ? അതിനു മുമ്പ് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കിക്കേ. നമ്മുടെ ഈ ലോകത്തെ ഇന്ന് ഈ കാണുന്ന രീതിയിലേക്ക് മാറ്റിയ ഏറ്റവും പ്രധാനപ്പെട്ട 3 കണ്ടുപിടുത്തങ്ങൾ ഏതൊക്കെയായിരിക്കും? മനസ്സിൽ എന്തെങ്കിലും ഉത്തരങ്ങൾ വരുന്നുണ്ടോ? ശരി, ഉത്തരം ഇതാണ്: ടെലിഫോൺ, വിമാനം, പിന്നെ ഇന്റർനെറ്റ്. അതായത് 1876 ടെലിഫോൺ വന്നു, 1903 വിമാനം വന്നു, പിന്നെ 1960 ഇന്റർനെറ്റിന്റെ തുടക്കമായി. ഈ 3 എണ്ണമാണ് ആധുനിക ലോകത്തിന്റെ നെടുംതൂണുകളെന്ന് തന്നെ പറയാം. നമുക്ക് ഓരോന്നായിട്ടൊന്ന് വിശദമായിട്ട് നോക്കാം. അപ്പോ നമ്മുടെ ആദ്യത്തെ വിപ്ലവം ടെലിഫോൺ. ഒന്നാലോചിച്ച് നോക്കിക്കേ, ശബ്ദത്തെ ഒരു വയറിലൂടെ ദൂരങ്ങളിലേക്ക് എത്തിക്കുക. അതൊക്കെ ഒരു കാലത്ത് മനുഷ്യന്റെ വെറും ഒരു സ്വപ്നം മാത്രമായിരുന്നു. ആ സ്വപ്നം ആദ്യമായിട്ട് യാഥാർത്ഥ്യമാക്കിയതാരാണെന്നറിയാമോ? അലക്സാണ്ടർ ഗ്രഹാം ബെൽ. വർഷം 1876. അന്നാണ് ചരിത്രം തന്നെ മാറ്റിമറിച്ച ആ സംഭവം നടന്നത്. ചരിത്രത്തിലെ ആദ്യത്തെ ടെലിഫോൺ കോൾ അത് ബെൽ അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റായ തോമസ് വാട്സനെ വിളിച്ചതായിരുന്നു. എന്താ പറഞ്ഞതെന്നോ? മിസ്റ്റർ വാട്സൺ, ഇങ്ങോട്ട് വരൂ, എനിക്ക് നിങ്ങളെ കാണണം. അത്രയുള്ളൂ. വളരെ ലളിതമായൊരു വാചകം. പക്ഷെ ആ വാക്കുകളോടെ ശബ്ദത്തിനു മുന്നിലുണ്ടായിരുന്ന ദൂരമെന്ന വലിയൊരു തടസ്സം അങ്ങ് ഇല്ലാതായി. ശരി, അപ്പൊ ശബ്ദത്തിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് ഭൂമിയിൽ നിന്ന് നേരെ ആകാശത്തേക്ക് പോകാം. പക്ഷികളെപ്പോലെ പറന്നു നടക്കാൻ പണ്ടുമുതലേ മനുഷ്യൻ കുതിച്ചിരുന്നതാണ് അല്ലേ? ആ ഒരു സ്വപ്നമാണ് വിമാനമെന്ന കണ്ടുപിടുത്തത്തിലൂടെ ശരിക്കും യാഥാർത്ഥ്യമായത്. 1903 ഓർവെൽ, വിൽബർ എന്നീ റൈറ്റ് സഹോദരന്മാരാണ് ആ സ്വപ്നത്തിന് ചിറകുകൾ കൊടുത്തത്. നോർത്ത് കാരോലീനയിലെ കിറ്റി ഹോക്ക് എന്ന സ്ഥലത്ത് വെച്ച് ശക്തമായ കാറ്റിനോടൊക്കെ മല്ലിട്ടാണ് അവർ ചരിത്രത്തിലെ ആദ്യത്തെ വിമാനം വിജയകരമായി പറത്തിയത്. പക്ഷേ ഇതിലെ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ആ ആദ്യത്തെ പറക്കൽ അത് നീണ്ടുനിന്നത് വെറും 12 സെക്കൻഡ് മാത്രമായിരുന്നു. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്, വെറും 12 സെക്കൻഡ്. പക്ഷേ ആ 12 സെക്കൻഡ് മതിയായിരുന്നു മനുഷ്യരാശിയെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ യുഗത്തിലേക്ക് കാലെടുത്തു വയ്ക്കാൻ. ഇന്ന് നമ്മൾ കാണുന്ന കൂറ്റൻ വിമാനങ്ങൾക്കും ബഹിരാകാശ യാത്രകൾക്കും ഒക്കെയുള്ള അടിത്തറ പാകിയത് ആ 12 സെക്കൻഡുകളാണ്. ഇനി മൂന്നാമത്തേത്, ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തെ ഇന്ന് ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഒന്ന്, ലോകത്തെ നമ്മുടെ എല്ലാം വിരൽത്തുമ്പിലെത്തിച്ച ഇന്റർനെറ്റ്. ഇന്റർനെറ്റിന്റെ തുടക്കം വളരെ രസകരമാണ്. ശരിക്കും ഇതൊരു സൈനിക പ്രോജക്റ്റായിരുന്നു. ശീതയുദ്ധകാലത്ത് അമേരിക്കൻ സൈന്യം തുടങ്ങിയ അർപ്പാനെറ്റ് എന്ന ഒരു കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കിൽ നിന്നാണ് ഇതിന്റെ എല്ലാം തുടക്കം. അതായത് ഒരു സെൻട്രൽ കൺട്രോൾ ഇല്ലാതെ കമ്പ്യൂട്ടറുകൾക്ക് തമ്മിൽ വിവരങ്ങൾ കൈമാറാൻ ഒരു സംവിധാനം. പിന്നീട് ആ ടെക്നോളജിയാണ് വളർന്ന് നമ്മൾ ഇന്ന് കാണുന്ന ഈ ലോകം മുഴുവൻ കണക്ട് ചെയ്യുന്ന ഇന്റർനെറ്റായി മാറിയത്. ഇന്റർനെറ്റ് ചെയ്ത ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അത് ലോകത്തെ ഒരു ചെറിയ ഗ്രാമം പോലെയാക്കി മാറ്റിയെന്നതാണ്. അതോടെ അറിവെന്നത് കുറച്ചുപേരുടെ മാത്രം സ്വകാര്യ സ്വത്തല്ലാതായി ആർക്കും എവിടെയിരുന്നും എന്തിനെക്കുറിച്ചും പഠിക്കാനും അറിയാനും സാധിക്കുന്ന ഒരവസ്ഥ വന്നു. അപ്പോ നമ്മൾ 3 കാര്യങ്ങൾ കണ്ടു: ശബ്ദത്തെ ജയിച്ച ടെലിഫോൺ, ആകാശത്തെ കീഴടക്കിയ വിമാനം, പിന്നെ അറിവിനെ എല്ലാവരിലേക്കും എത്തിച്ച ഇന്റർനെറ്റ്. പക്ഷെ ഇതിലെ ഏതിനാണ് ഏറ്റവും വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞത്? നമുക്കിങ്ങനെ ചുരുക്കി പറയാം. ടെലിഫോൺ വന്നതോടെ ദൂരത്തിന് മനുഷ്യബന്ധങ്ങളിൽ വലിയ പ്രാധാന്യമില്ലാതായി. വിമാനം ലോകത്തിന്റെ വലിപ്പം കുറച്ചു, ഭൂഖണ്ഡങ്ങൾ തമ്മിലുള്ള ദൂരം മണിക്കൂറുകളാക്കി മാറ്റി. എന്നാൽ ഇന്റർനെറ്റ് ആകട്ടെ അറിവിനെ എല്ലാവർക്കുമായി തുറന്നുകൊടുത്തു, ലോകത്തെ മുഴുവൻ നമ്മുടെ കയ്യിലെത്തിച്ചു. അപ്പോ എന്റെ ചോദ്യം നിങ്ങളോടാണ്: ഈ 3 കണ്ടുപിടുത്തങ്ങളിൽ ഏതാണ് നിങ്ങളുടെ ജീവിതത്തെ ഏറ്റവും കൂടുതൽ മാറ്റിമറിച്ചത്? ടെലിഫോണാണോ, വിമാനമാണോ, അതോ ഇന്റർനെറ്റാണോ? ഇതിൽ ഏതാണ് ലോകത്തെ ഏറ്റവും വലിയ സ്വാധീനം ചെലുത്തിയതെന്ന് നിങ്ങൾക്ക് തോന്നുന്നു? നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കേൾക്കാൻ ഞങ്ങൾക്ക് താൽപ്പര്യമുണ്ട്.